ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയെയും ഒരേപോലെ എതിർക്കുമെന്നാണ് ഇടതു വലതു മുന്നണികളുടെ വാദം. RSSനെ എങ്ങനെ കാണുന്നോ അതേപോലെ ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നിവരെയും കാണുന്നുവെന്നാണ് ഇതിനർത്ഥം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇവരുടെ വോട്ട് വേണ്ടെന്ന് പറയുമോ? ഇത് ചോദിച്ചാൽ വർഗീയവാദികൾക്കെന്ന പേരിൽ വോട്ടില്ലല്ലോ എന്നാവും ഉത്തരം. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ അവർക്ക് ഇപ്പോൾ വർഗീയത ഇല്ലെന്ന് വാദിച്ച് പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് UDF. ഭരണവിരുദ്ധ വികാരം തണുപ്പിക്കാൻ UDFനെതിരെ ന്യൂനപക്ഷ വർഗീയത ആരോപിക്കാൻ LDFന് കിട്ടിയ സുവർണാവസരം. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ വളരെ വ്യക്തമായി മതരാഷ്ട്രവാദത്തെ സംബന്ധിച്ച് അവരുടെ നിലപാട് വ്യക്തമായി പറഞ്ഞു. അവർ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബഹുസ്വര സമൂഹം നിലനിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു സംസ്ഥാനത്തും അത്തരമൊരു നിലപാട് ഞങ്ങൾക്കില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. 40 വർഷം 4 പതിറ്റാണ്ട് കാലം ഇതൊക്കെ ഉപേക്ഷിക്കാത്ത കാലത്ത്, ഈ വാദം അവർക്കുള്ള കാലത്ത് അവർ CPMൻ്റെ കൂടെ ആയിരുന്നു. CPMൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവർ മതേതരവാദികൾ, CPMനെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ വർഗീയവാദികൾ. ആ നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അവർക്കിപ്പോൾ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അവർ വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ നിലപാട് ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാട് ഉപേക്ഷിച്ച ആളുകളെ ഞങ്ങൾ പിന്തുണച്ച ജമാഅത്തെ ഇസ്ലാമിയുടെയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണയെക്കുറിച്ച് കോൺഗ്രസിന് ഇനി ആശയക്കുഴപ്പമില്ല. VD സതീശന്റെ ഈ വാക്കുകൾ വ്യക്തതയുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി തന്നെ സ്വീകരിക്കും. അവർ തന്നതാണ്, ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് ഇനി പറയാനാവില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയം പോലും കൃത്യമായി നിർവചിക്കുന്ന പ്രസ്താവനയാണ് സതീശന്റേത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമില്ല എന്ന് സംഘടനയുടെ അമീർ ഇക്കാര്യം വ്യക്തമാക്കിയതാണ്. അതായത് ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനയിൽ മാറ്റം വരുത്തിയെന്ന് കോൺഗ്രസിനും UDFനും ബോധ്യമായി എന്നാണോ? ജമാഅത്തെ ഇസ്ലാമി ഇഖാമത്തുദ്ദീന് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് പലതവണ അവരുടെ നേതാക്കൾ വ്യക്തമാക്കിയതാണ്. ജമാഅത്തെ ഇസ്ലാമി ഉദ്ദേശിക്കുന്ന ഇഖാമത്തുദ്ദീൻ പാർലമെന്ററി ജനാധിപത്യമല്ല, ഇസ്ലാം മതരാഷ്ട്രമാണ് എന്ന് സ്ഥാപകനായ മൗദൂദിയുടെ പ്രഖ്യാപനം കേരള ഘടകത്തിലെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അടുത്തിടെയും വ്യക്തമാക്കിയതാണ്. ഇനി വെൽഫെയർ പാർട്ടി മറ്റ് പാർട്ടികളെ പോലെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമാണ്. അവരുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ തെറ്റെന്താണ് എന്ന വാദം അംഗീകരിച്ചാലും ജമാഅത്തെ ഇസ്ലാമിയെ വെൽഫെയർ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയല്ല വെൽഫെയർ പാർട്ടി എന്ന് വാദിച്ചാൽ RSSനെ പോലെയല്ല BJP എന്ന് അംഗീകരിക്കേണ്ടി വരും. എന്നാൽ രണ്ടും ഫാസിസ്റ്റുകളാണെന്നാണ് UDFന്റെയും LDFന്റെയും നിലപാട്. RSSനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ന്യായീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്ത പ്രതിപക്ഷ നേതാവും വർഗീയ ശക്തികളുമായി ചേർന്നുകൊണ്ടാണ് വരാൻ പോകുന്ന കേരള രാഷ്ട്രീയം, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി വർഗീയമായ നിലപാട് സ്വീകരിക്കുന്നവരല്ല എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ്സാണ്. ഒപ്പം ഇപ്പോഴും ലീഗും ആ നിലപാടിലേക്ക് വന്നിരിക്കുകയാണ്. മുമ്പ് കോലീബി സഖ്യം ഉണ്ടായിരുന്നത്, ഇപ്പോൾ കോലീബി സഖ്യത്തിൻ്റെ പുറമെ ജമാഅത്തെ ഇസ്ലാമിയുമായും സഖ്യം എന്നുള്ളതാണ് പുതിയ അവരുടെ കാഴ്ചപ്പാട്. ഇപ്പോൾ കേരളത്തെ ഇല്ലാതാക്കാനാണ് വർഗീയവാദികൾ ശ്രമിക്കുന്നത്. ആ വർഗീയവാദികൾ അപ്പുറം ഇപ്പുറം നിന്ന് പരസ്പരം കൂട്ടിച്ചേർത്ത് മുമ്പോട്ടേക്ക് പോകാനാണ് ഇപ്പോൾ UDF ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. പിണറായി സർക്കാരിനെ താഴെയിറക്കാൻ ആരുടെയും കൂട്ടുകൂടുമെന്ന് പറയുന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണെന്ന് ചൂണ്ടിക്കാട്ടി UDF ന്യൂനപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയാൻ LDFനും ധാർമ്മിക അവകാശമില്ല. ഇതേ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിക്കുകയും നന്ദി പറയുകയും ചെയ്തിട്ടുണ്ട് CPM. തിരുവമ്പാടി ഉപതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയന്റെ പ്രസ്താവനയും 2011 ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും മറക്കാൻ സമയമായിട്ടില്ല. ഞങ്ങൾ ചോദിച്ചിട്ടില്ല, അവർ തന്നതാണെന്ന് വികലമായി വാദിക്കുമ്പോഴും ഇക്കാര്യത്തിൽ LDFനെ തുണയ്ക്കുന്നതല്ല ഈ പ്രസ്താവനകൾ. ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയതയെ തള്ളിപ്പറയുന്നത് നല്ല കാര്യം. അത് കിട്ടാത്ത മുന്തിരി പുളിക്കുന്നത് പോലെയേ ഉള്ളൂ. ഗോവിന്ദൻ മാഷിന് മറവിരോഗമുണ്ട്. 42 വർഷക്കാലം ജമാഅത്ത് ഇസ്ലാമി CPMന്റെ കൂടെയായിരുന്നു. ഞങ്ങൾക്ക് അവർ പുറത്തു നിന്നൊരു പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അതെങ്ങനെ പെട്ടെന്ന് അവർ വർഗീയവാദികളാവുന്നത്? അതേവരെ 42 കൊല്ലക്കാലം മതേതരവാദികളായിരുന്നു. ഇപ്പോൾ വർഗീയവാദികൾ. ലീഗ് തീവ്രവാദ സ്വഭാവം കാണിച്ചില്ല എന്ന് പറഞ്ഞ് ലീഗുമായി പിണങ്ങിപ്പോയ
ആളുകളെ എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ടാണ് ഇവർ നമ്മളെ വർഗീയത പഠിപ്പിക്കാൻ വന്നത്. ഇങ്ങോട്ട് വർഗീയത പഠിപ്പിക്കാൻ പറഞ്ഞത് ഇരട്ടത്താപ്പാണ്. CPM-ന് ഇരട്ടത്താപ്പാണ്. പാർലമെന്റ് വരെ ന്യൂനപക്ഷ പ്രീണനം, പാർലമെന്റ് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ പ്രീണനം, ഇപ്പൊ രണ്ടു കൂട്ടരും ഇല്ലാതായി. ഇപ്പൊ മൊത്തം കൺഫ്യൂഷനാണ്. അതുകൊണ്ട് എന്താ പറയണത്, എന്താ പ്രവർത്തിക്കണത്, പണ്ട് പറഞ്ഞതൊക്കെ മറക്കുക, അല്ലെങ്കിൽ മറന്നായിട്ട് അഭിനയിക്കുകയും ചെയ്യാം. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകരവാദ സംഘടനകളെ വെള്ളപൂശുന്ന പച്ചയായ വർഗീയ നിലപാടാണ് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ അപകടത്തിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് UDF സംഭാവന ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ദുരന്തമായിരിക്കും. അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ തന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദ വർഗീയ സംഘടനകളെ. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പലപ്പോഴായി നിരോധിക്കപ്പെട്ടിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് UDF ഇവിടെ പ്രചാരണം നടന്നത്. ഈ പ്രാവശ്യം UDF വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം അവർ ആവശ്യപ്പെടുന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കേരളത്തിൽ ഒരു പൗരനും അതിനെക്കുറിച്ച് സംശയമില്ല. അധികാരത്തിന്റെ താക്കോൽ സ്ഥാനങ്ങളെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലായിരിക്കും. ഏത് പാർട്ടിയാണ് ഇന്ന് വോട്ട് വേണ്ടെന്ന് പറയുക? അതെ മതനിരപേക്ഷ പാർട്ടിയാണ്. പക്ഷേ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെയൊക്കെ വോട്ട് അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ എത്രയുണ്ട്, RSSൻ്റെ ഇത്രയുണ്ട് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യിക്കുക. അല്ല, ഞാൻ പറയുന്നത് അവരുടെ പാർട്ടിയാണ് വെൽഫെയർ പാർട്ടി. അത് എല്ലാ മതക്കാരും ഉണ്ട്. വെൽഫെയർ പാർട്ടിയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളില്ലേ. അപ്പം അങ്ങനെ പാർട്ടിയുമായിട്ട്, എന്നാലും ഞാൻ പറയാം അതിലെല്ലാ സമുദായക്കാരും ഉണ്ട്. അപ്പോൾ അവരെ ന്യായീകരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. BJPയിലില്ലല്ലോ. BJP ഒക്കെ അവരുടെ നയം, അവരുടെ നയം RSSൻ്റെ നയമാണ്. ആ നയത്തിനോടാണ് ഞങ്ങൾക്ക് യോജിപ്പ്. പക്ഷേ വെൽഫെയർ പാർട്ടിയുടെ ഞങ്ങളുമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കുന്നത് ഞങ്ങളൊരു സഖ്യകക്ഷിയല്ല. ഞങ്ങൾക്ക് അവർ ഇങ്ങോട്ട് തരുന്നു. ഞാൻ പറയാം, ഞങ്ങൾക്ക് ഇങ്ങോട്ട് പിന്തുണ തരുന്നു. ഇപ്പോൾ നാളെ പറയാം RSS പറയാം ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്കാണ്. അപ്പോൾ ഞങ്ങൾ പറയും നിങ്ങളുടെ ലൈനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, നിങ്ങൾ എതിർക്കുകയും ചെയ്യും. വോട്ട് നിങ്ങൾ തരികയാണെങ്കിൽ തന്നോ എന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ ലൈൻ മാറ്റില്ല. എല്ലാവരോടും ഞങ്ങളുടെ ലൈൻ അത് തന്നെയാണ്. ഞങ്ങളുടെ കൂടെ കൂടിയാൽ മതനിരപേക്ഷത, ജനാധിപത്യ സംഘടന, പാർട്ടിയും മറിച്ചാണെങ്കിൽ വർഗീയ പാർട്ടിയും. സംഘടനയും UDF-ഉം LDF-ഉം ഇക്കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുമെന്ന സതീശന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സമസ്ത പ്രമേയം പാസാക്കിയത് ശ്രദ്ധേയമാണ്. മതരാഷ്ട്രവാദം ഒളിച്ചു കടത്തുന്നു, രാഷ്ട്രീയ ഇസ്ലാം എന്ന ആശയത്തിലൂടെ യുവാക്കളെ വഴിതെറ്റിക്കുന്നു. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായ സമസ്ത വിമർശനം. കോൺഗ്രസിനെയും ലീഗിനെയും പ്രതിരോധത്തിലാക്കുന്ന നീക്കമാണ് സമസ്ത നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ലീഗ് നേതാക്കൾ മുൻപ് നടത്തിയ പ്രസ്താവനകൾ ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. മതരാഷ്ട്രവാദത്തിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിന്മാറിയെന്ന് സംഘടനയുടെ അമീർ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഭരണഘടനയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. മുമ്പ് LDF-ന് പിന്തുണ നൽകി, ഇപ്പോൾ ഞങ്ങൾക്ക് നൽകുന്നു എന്നത് ന്യായീകരണത്തിന് വേണ്ടിയുള്ള ഒന്ന് മാത്രം.